യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം ലാസറിൻ്റെ ഭവനത്തിലേക്ക് ബഥാനിയയിലേക്ക് ഒരിക്കൽ കൂടി ഭക്ഷണത്തിന് പോകുന്നതായി നാം കാണുന്നു. അവിടെ നാം 3 പേരെ കാണുന്നുണ്ട്. ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന 3 പേരെ വചനത്തിൽ വായിക്കുന്നത്, മർത്ത പരിചരിച്ചു. അവനോട് കൂടെ ഭക്ഷണത്തിൽ ഇരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. മറിയം വില ഏറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർത്തിൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. യേശുവിനോട് കൂടെ ആ ഭവനത്തിൽ 3 പേർ, ലാസർ, മർത്ത, മറിയം. അപ്പം നമ്മളുടെ ജീവിതത്തിലും അല്ലെങ്കിൽ യേശുവിനോട് കൂടെ നടക്കുന്നു എന്ന് പറയുന്ന നമ്മളിൽ കാണേണ്ട 3 ഗുണങ്ങൾ ഈ ഒരു വ്യക്തികളിൽ നാം കാണാൻ പറ്റും. ആദ്യം തന്നെ ലാസറിനെ നമുക്ക് നോക്കാം. ലാസർ അവിടെ ജീവനോടെ ഇരിക്കുന്നത് തന്നെ ഒരു സാക്ഷ്യമാണ്. ലാസർ മരിച്ചവരിൽ നിന്ന് യേശു അവനെ ഉയർപ്പിച്ചു. ജീവനോടെ യേശുവിനോട് കൂടെ ഭക്ഷിക്കുന്നത് ഒരു സാക്ഷ്യമായിട്ട് നാം കാണുന്നു. സാക്ഷ്യമുള്ള ജീവിതം ഓരോ ക്രിസ്ത്യാനികൾക്കും, യേശുവിനെ അനുഗമിക്കുന്ന ഓരോ വ്യക്തികൾക്കും സാക്ഷ്യ ജീവിതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാക്ഷ്യ ജീവിതം, വിശുദ്ധ ജീവിതം, സ്നേഹമുള്ള ജീവിതം, ക്ഷമിക്കുന്ന ജീവിതം, ജീവിതത്തിൽ നമുക്ക് സാക്ഷ്യമുള്ള ആളുകളായിട്ടുണ്ടാവണം. ഓരോ ദിവസത്തിലും യേശുവിനെ ജീവിക്കുന്ന, യേശുവിൻ്റെ പ്രബോധനത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളാകണം. രണ്ടാമത് മറിയത്തെ നാം കാണുന്നു. വില ഏറിയ നാർത്തിൻ തൈലം മറിയം അവിടെ കൊണ്ടുവരുന്നു, യേശുവിനായി സമർപ്പിക്കുന്നു. നമുക്കറിയാം, ആരാധന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അതിയായ സ്നേഹത്തെയാണ് ആരാധന എന്ന് പറയുന്നത്. മറിയം തനിക്കുണ്ടായിരുന്ന ഏറ്റവും വില കൂടിയതായ നാർത്തിൻ തൈലം എടുത്ത് യേശുവിന് വേണ്ടി കാഴ്ചവെച്ചു. നമ്മളുടെ ജീവിതത്തിലും ആരാധന, ദൈവത്തോടുള്ള അതിയായ സ്നേഹം, കൂടുതൽ സമയം യേശുവിനോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം, ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു അനുഭവം നാം കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതായി നാം മർത്തയെ കാണുന്നു. മർത്ത പരിചരിച്ചു. നമ്മളെ ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം, നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം സാക്ഷ്യ ജീവിതത്തിലും ആരാധനയുള്ളപ്പോൾ തന്നെ നമ്മളെ ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം ഭംഗിയായി തന്നെ വിജയിക്കണമെന്നില്ല. പക്ഷെ വിശ്വസ്തയോടെ ഓരോ കാര്യങ്ങളും ചെയ്ത് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ, യേശുവിൻ്റെ മക്കളായി ജീവിക്കാൻ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.